മലങ്കര സഭ ഇത്രയും വലിയ പീഡനം നേരിടുമ്പോൾ സഭയുടെ എല്ലാ ലാഭവും കൈപ്പറ്റി സഭയിലെ സാധാരണക്കാരൻ്റെ അധ്വാനഫലം തൻ്റെ കുടുംബം നോക്കുന്നതിന് മുൻപേ തന്നെ സഭയ്ക്ക് വേണ്ടി നൽകുന്ന ജനങ്ങളുടെ മുഖത്ത് നോക്കി മാതൃസഭയൊറ്റുന്ന അപ്രം തിരുമേനി ഒരു വശത്ത്, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്ന തിരുമേനിമാർ മറുവശത്ത്. കഴിഞ്ഞ ദിവസം ദേവലോകത്ത് സാധാരണ ജനങ്ങൾ ഒരു പ്രതിഷേധം നടത്തി. സഭയുടെ എല്ലാ മുതിർന്ന ആൾക്കാരും, പ്രത്യേകിച്ച് സ്ഥാനികൾ, വൈദികർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഓടിയൊളിച്ചു. ആർക്ക് വേണ്ടി? ആര് സംരക്ഷിക്കാൻ? അതോ സ്വന്തം മുഖം വികൃതമാകാതിരിക്കാനാണോ ഒളിച്ചത്? സാധാരണക്കാരൻ്റെ വിയർപ്പിൽ നിന്നും 3 നേരം അന്നം തിന്നിട്ട് അവരെ കൊഞ്ഞനം കുത്തി കാണിക്കാൻ ശ്രമിച്ചാൽ ഇനിയും മലങ്കര ഓർത്തഡോക്സ് സഭ മക്കൾ നിങ്ങൾക്ക് നാളിതുവരെ നൽകിയ എല്ലാ ബഹുമാനങ്ങളും വേണ്ടെന്ന് വെക്കും. നഷ്ടപ്പെടാൻ നിങ്ങൾക്കൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി, കൂടാതെ മലങ്കര വർഗീസിൻ്റെ രക്തം, ഇതൊന്നും ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല. പിന്നെ ഒരു സംശയം കൂടി, ഓർത്തഡോക്സ് സഭയിലെ ജനങ്ങളുടെ മനസ്സിലുള്ളത് അറിയാനെന്നാണെങ്കിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധം ഒരു തുടക്കം മാത്രം. താൻ ഭരിക്കുന്ന സഭയുടെ ഭരണഘടന, സെമിനാരിയിൽ താൻ പഠിപ്പിക്കുന്ന സഭയുടെ ഭരണഘടന, തന്നെ മെത്രാനാക്കിയ ഭരണഘടന ഇപ്പോൾ പൊക്കിപ്പിടിക്കുന്നത് അത്ര സുഖകരമല്ലെന്നാണ് അപ്രം തിരുമേനി പറയുന്നത്. നിലപാടുകൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച സഹതന്മാരെ മറന്ന് ഒറ്റുകാരന് വിശുദ്ധ കുപ്പായം വേണമത്രേ. കാരണം എന്തായിരിക്കും? കേസുകൾ നടക്കുകയും സാഹചര്യം സമ്മർദ്ദം മുറുക്കുകയും ചെയ്ത സഭയുടെ 1934 ഭരണഘടനാ വിഘടിത വിഭാഗം അംഗീകരിക്കുകയും കേസുകൾ നടക്കുകയും സാഹചര്യ സമ്മർദ്ദം മുറുക്കുകയും ചെയ്ത സഭയുടെ 1934 ഭരണഘടന വിഘടിത വിഭാഗം അംഗീകരിക്കുകയും സഭ ഒന്നായിത്തീരുകയും ചെയ്താൽ ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പൊലിത്തമാരുടെ അടുത്ത കാതോക്ക സ്ഥാനമോഹം പ്രതിസന്ധിയിലാകുമെന്ന ഭയമാണോ? നിലവിൽ സാഹചര്യം മുതലെടുത്ത് സഭയെ രണ്ടാക്കി മുറിച്ചാൽ സ്ഥാനത്തിന് വേണ്ടിയുള്ള കടിപിടിക്ക് ഇവിടെയുള്ളവരെ മറിച്ചാൽ മതി. കയ്യടി കിട്ടാൻ പ്രതിസന്ധികൾ നേരിടാത്തിടങ്ങളിൽ ഇത് പറഞ്ഞു പോകുന്ന സുന്നഹദോ സംഘങ്ങൾ ഇപ്പോഴും പ്രതിസന്ധിയിൽ കടന്നു പോകുന്ന സഭയിലെ വിശ്വാസികളെ ചവിട്ടി നിന്നാണ് പളുപളുത്ത കാപ്പായിൽ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പരിശുദ്ധ സഭയെ യൂദായെ തോൽപ്പിക്കും വിധത്തിൽ ഒറ്റുന്നത്. സുന്നഹദോസ് തീരുമാനം സഭയിൽ നടപ്പിലാക്കാതെ പോയതിനാലാണല്ലോ പൊതുവിൽ ഇറങ്ങിയുള്ള പരസ്യമായി ഒറ്റു തുടങ്ങിയത്. വെട്ടിമുറിക്കാനുള്ള സുപ്രധാന തീരുമാനം കട്ടയ്ക്ക് വെട്ടിയവരെ ക്രൂശിക്കാനും പരിഹസിക്കാനും ഇറങ്ങിയിരിക്കുന്നവർ സത്യമന്വേഷിച്ച് അറിഞ്ഞു പോകുന്നത് നല്ലതാണ്.